നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോറന്റ് സീരീസിനെ പറ്റിയിട്ടാണ്. ലോറന്റ് സീരീസ് എന്താണെന്നും അത് എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നുവെന്നും അതിലെ ഓരോ ടേംസ് എങ്ങനെയാണ് എന്നുമാണ് നമ്മളിപ്പോ ഈ സ്ലൈഡിൽ നിങ്ങൾ കാണുന്നത്. പക്ഷെ അതിന്റെ ആവശ്യം പ്രോബ്ലം ചെയ്യാനില്ല. അതുകൊണ്ട് ഇതിനെപ്പറ്റി നിങ്ങൾ ബേജാറാവണ്ട. പരിപാടി ഇത്രയേ ഉള്ളൂ. ഇൻ കേസ് നിങ്ങളോട് എന്താണ് ലോറന്റ് സീരീസ് എന്ന് എഴുതേണ്ടി വരികയാണെങ്കിൽ നിങ്ങൾക്ക് അത് അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടി മാത്രമാണ് ഈ ഡെഫിനിഷൻ ഞാൻ കൊടുത്തത്. പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞു ടൈലർ സീരീസ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു റീജിയൻ ഉണ്ടെങ്കിൽ, റേഡിയസ് ഓഫ് കൺവെർജൻസ് ഒക്കെ ഉണ്ട് നമ്മൾ പറഞ്ഞു. ഈ റീജിയൻ അകത്ത് എഫ് ഓഫ് സെഡ് അനലിറ്റിക് ആണെങ്കിൽ ആ എഫ് ഓഫ് സെഡിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുകയാണ് ടൈലർ സീരീസ് ചെയ്തത്. ഓക്കെ, ടൈലർ സീരീസ് അബൌട്ട് 0 ആണ് മക്ലോറൻ സീരീസ്, രണ്ടും ഒന്ന് തന്നെ. ഇനി ലോറന്റ് സീരീസ് എപ്പോഴാണ് വരുന്നുണ്ടെങ്കിൽ ഒരു ആനുലർ റീജിയൻ എന്ന് പറഞ്ഞ ഒരു വളയം, രണ്ട് സർക്കിളുകൾക്ക് ഇടയിലുള്ള റീജിയൻ. ഈ റീജിയൻ അകത്ത് എഫ് ഓഫ് സെഡ് അനലിറ്റിക്, എഫ് ഓഫ് സെഡ് ഈസ് അനലിറ്റിക്. ഓക്കെ, ഈ വലിയ സർക്കിളിന് പോകും ഔട്ട്സൈഡും സ്മോൾ സർക്കിൾ ഇൻസൈഡും എഫ് ഓഫ് സെഡ് അനലിറ്റിക് അല്ല. ഇതിന് രണ്ടിനെയും നടുക്ക് വരുന്ന റീജിയനിലാണ്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിനെ ഡീൽ ചെയ്യാൻ വേണ്ടിയാണ് ലോറന്റ് സീരീസ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെ അല്ലാത്ത സിറ്റുവേഷൻസിൽ ലോറന്റ് സീരീസ് എഴുതാം. അപ്പൊ ഏതെങ്കിലും ഒരു ടേമേ ഉണ്ടാവുള്ളൂ, അത് ടൈലർ സീരീസ് ആയിട്ട് മാറും. വാട്ടെവർ, അത് നമ്മൾ ആലോചിക്കേണ്ടതില്ല. അപ്പൊ എങ്ങനെ ഇത് ചെയ്യാം എന്ന് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ. ഓക്കെ, ഇതൊന്ന് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി 2 ക്വസ്റ്റ്യനെ വരാൻ സാധ്യതയുള്ളൂ. ആ 2 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഡിറ്റർമൈൻ ദ ലോറന്റ് സീരീസ് ഫോർ എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു 1 by z² minus 4z plus 3 വാലിഡ് ഇൻ ഈച്ച് ഷെയ്ഡഡ് റീജിയൻ ഷോൺ ഇൻ ഫിഗർ ABC. അതായത് എഫ് ഓഫ് സെഡ് തന്നിട്ടുണ്ട്, അതിന്റെ ലോറന്റ് സീരീസ് എക്സ്പാൻഷൻ എഴുതണം. ഏതൊക്കെ റീജിയണിൽ? 3 റീജിയനിൽ. ആ ഷെയ്ഡഡ് റീജിയനിലാണ് ഫംഗ്ഷൻ അനലിറ്റിക്. 3 കേസുകളാണ് തന്നിട്ടുള്ളത്. ഫസ്റ്റത്തേല് സർക്കിൾ വിത്ത് റേഡിയസ് 1ന്റെയും സർക്കിൾ വിത്ത് റേഡിയസ് 3ന്റെയും നടുക്കിൽ, ആ ആനുലർ റീജിയനിലാണ് അനലിറ്റിക്. അടുത്തതിൽ സർക്കിൾ വിത്ത് സെന്റേർഡ് അറ്റ് 1 ആൻഡ് റേഡിയസ് 2, ഇതിന്റെ നടുക്ക്, അതായത് ദ ഹോൾ സർക്കിളിനകത്ത് അനലിറ്റിക് ആണ്. അപ്പൊ ടൈലറിലേക്ക് പോകുന്നത്. തേർഡ് കേസിൽ 3 റേഡിയസ് ഉള്ള സർക്കിളിന്റെ പുറത്തുള്ള റീജിയനിലെല്ലാം അനലിറ്റിക് ആണ്. ഇതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ പഴയ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ചുകൊണ്ട്, മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ, മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ എഫ് ഓഫ് സെഡിനെ ഞാൻ മാറ്റി എഴുതാൻ പോകുന്ന, നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അതായത് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 1 by z² minus 4z plus 3 ആണ്. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 1 by z ഗുണിച്ചാൽ 3 കിട്ടണം, കൂട്ടിയാൽ -4 കിട്ടണം. അപ്പൊ z minus 3 into z minus, കൺഫ്യൂഷൻ ഉള്ളവർ ഇത് ഈക്വൽ ടു 0 എന്നിട്ട് -b plus or minus root of b² minus 4ac by 2a എന്ന് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് റൂട്ടുകളായിട്ട് z equal to 3 എന്നും z equal to 1 എന്നും കിട്ടും. അത് ലെഫ്റ്റിലേക്ക് എടുക്കുമ്പോൾ z minus 3, z minus 1 എന്ന് കിട്ടും. അപ്പൊ 2 റൂട്ടുകളാക്കി നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. സോ z minus 3 into z minus 1. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതണമെന്നല്ലോ, ഈ എഫ് ഓഫ് സെഡിനെ ഈക്വൽ ടു സംതിങ് ഡിവൈഡഡ് ബൈ z minus 3 പ്ലസ് സം അനദർ കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ z minus 1. ഈ താഴെ കിടക്കുന്ന മൾട്ടിപ്ലിക്കേഷൻ
രണ്ടും രണ്ട് ഫ്രാക്ഷൻ ആക്കി എഴുതാം. അപ്പൊ ഈ എയും ബിയും കണ്ടുപിടിക്കാനുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിക്കുന്നത്. സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് 1/z-3 into z-1 equal to a/z-3 plus b/z-1. Multiply both the sides with z-3 into z-1. അതായത് ലെഫ്റ്റ് സൈഡ് എനിക്ക് 1 ആക്കണം, ഇതിനു വേണ്ടിയിട്ടാണ്. രണ്ട് സൈഡിലും z-3 into z-1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ ലെഫ്റ്റില് 1 മാത്രമാവും. 1 is equal to ഇവിടെ z-3 into z-1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് താഴെ ഒരു z-3 ഉണ്ട്, മേലത്തെ ഒരു z-3 വെട്ടിപ്പോവും. ബാക്കി z-1 into a മാത്രം വരും. പ്ലസ് ഇവിടെ z-3 into z-1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ താഴെയും ഒരു z-1 മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു z-1 വെട്ടിപ്പോവും. ബാക്കി എന്ത് വരും? z-3 into b എന്ന് വരും. ഓക്കെ, ഇനിയാണ് നമ്മുടെ പരിപാടി വരുന്നത്. പുട്ട് z is equal to 1. അപ്പൊ എന്ത് വരും? ലെഫ്റ്റിൽ 1 തന്നെ equal to z-1, that is 1 minus 1 0 ആയി പോകും, ആ ടേം പോയി. z-3 into b equal to 1 എന്ന് വരും. z എന്ന് പറഞ്ഞാൽ 1, 1 minus 3 is -2 into b equal to 1 or b equal to -1/. അതുപോലെ തന്നെ പുട്ട് z equal to 3. അതായത് രണ്ട് റൂട്ടുകൾ ഇട്ട് കൊടുക്കുക, അതായത് ഉത്തരങ്ങൾ, ഇത് സോൾവ് ചെയ്താൽ കിട്ടുന്ന ഉത്തരങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പൊ എന്താ ഒരു ലെഫ്റ്റ് 1 തന്നെ, പിന്നെ റൈറ്റിലെ z-1 into a, that is 3 minus 1 into a, that is 2a, plus 3 minus 3 0 വരും, അത് എഴുതേണ്ട കാര്യമില്ല. ഓ a equal to 1/2. അപ്പൊ നമുക്ക് വളരെ കൃത്യമായിട്ട് എഴുതാം. എന്താ എഴുതാം? ഇയാളെ എഫ് ഓഫ് സെഡിനെ നമുക്ക് എങ്ങനെ എഴുതാം? a എന്ന് പറഞ്ഞാൽ 1/2 into a/z-3 ആണ്. That is 1/z. ഞാൻ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് എഴുതാം. ഓക്കെ, നമുക്ക് എയും ബിയും കിട്ടിയില്ലേ? ഇനി നോക്കിക്കോളൂ. f of z is equal to a/z-3, that is 1/2 divided by z-3 plus b/z-1, that is -1/2 divided by z-1 equal to 1/2 രണ്ടിൽ കോമൺ ആണ്, പുറത്തെടുത്താൽ 1/z-3 minus 1/z-1. 1/2 ഞാൻ പുറത്തെടുത്തേ, ഇവിടെ ബാക്കി 1 വരും, ഇവിടെ -1 വരും, ആ മൈനസ് ആണ് ഇവിടെ. സോ ഈ 2ഉം z-ഉം കൂടി മാറിപ്പോരുതേ, ഇത് 2 ആണ്, ഇത് z ആണ്. അപ്പൊ എഫ് ഓഫ് സെഡിനെ ഇങ്ങനെ എഴുതാം, മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ചുകൊണ്ട്. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇത് ആദ്യം പറഞ്ഞത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അപ്പൊ എ പാർട്ട് ആദ്യം ചെയ്യാം. എ പാർട്ടിൽ എന്താ വരുന്നത്? ആദ്യം റീജിയൻ എഴുതണം. സർക്കിൾ വിത്ത് റേഡിയസ് 1ഉം 3. സർക്കിൾ വിത്ത് റേഡിയസ് പറഞ്ഞാൽ മോഡ് സെഡിന്റെ വാല്യൂ എന്ത് വരും? ഇറ്റ് ഈസ് ബിറ്റ്വീൻ 1 and 3. ഇതാണ് നമ്മുടെ റീജിയൻ. അപ്പൊ ഈ 1 താഴേക്കും 3 മേലേക്കും എന്തല്ല, അനലറ്റിക് അല്ല, ഈ ആംഗുലർ റീജിയൻ, ഈ റീജിയൻ, നമ്മൾ ഈ എഴുതിയ റീജിയൻ അകത്താണ് നമ്മൾ സെർച്ച് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് രണ്ടും നോക്കാം. ആദ്യം എന്ത് ചെയ്യാം? ഫസ്റ്റ് കണ്ടീഷൻ എന്താ? 1 less than 1/z, 1 less than z. രണ്ടാമത്തെ കണ്ടീഷൻ മോഡ് z is less than 3. നമ്മുടെ കൺവെർജൻസ് കണ്ടീഷൻ ഉണ്ടാക്കാൻ, കൺവെർജൻസ് കണ്ടീഷൻ എന്താ? സംതിങ് ലെസ് ദാൻ 1 എന്ന് എഴുതണം. അത് എഴുതാൻ വേണ്ടി ഞാൻ 1/z എന്നാക്കി. അതായത് z-നെ ഇങ്ങോട്ട് എടുത്തു, ലെസ് ദാൻ 1 എന്ന് എഴുതാം അല്ലെ? ഈ z-നെ ഇങ്ങോട്ട് എടുത്താൽ ഇവിടെ 1 വരും. അതുപോലെ തന്നെ ഈ 3 ഇങ്ങോട്ട് എടുത്താൽ മോഡ് z/3 is less than 1.
അപ്പൊ രണ്ട് കൺവെർജൻസ് കണ്ടീഷനുകൾ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്കണം. നമുക്കറിയാവുന്ന ഒരു സീരീസ് ഉണ്ട് 1/1 - z. എന്താ 1/1 - z ഇക്വേഷൻ എന്താ? സീരീസ് എന്താ? 1 + z + z² + z³ + etc. where z is less than 1. അപ്പൊ ലെസ് ദാൻ 1 ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ആണ് നമ്മളുടെ 1/1 ആയി കിടക്കുന്നതെങ്കിൽ 1/1 - ലെസ് ദാൻ 1 ക്വാണ്ടിറ്റി ആണെങ്കിൽ നമുക്ക് ഈ സീരീസ് ആയിട്ട് എഴുതാം. അപ്പൊ അതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് ലെസ് ദാൻ 1 ക്വാണ്ടിറ്റി കിട്ടിയിട്ടുണ്ട്. 1/z ലെസ് ദാൻ 1 ആണ്, z/3 ലെസ് ദാൻ 1 ആണ്. അപ്പൊ ആ രണ്ടെണ്ണം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ശ്രമം. ഓക്കെ, പക്ഷെ നമ്മുടെ കയ്യിലുണ്ട് f(z) എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2 ഇൻറ്റു എന്തായിരുന്നു? 1/z-3 മൈനസ് 1/z-1. ഓക്കെ, ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? 1/z-3 എടുക്കാം. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? 1/ ഒരു 3 പുറത്തോട്ട് എടുത്താൽ ബാക്കി വരിക z/3 - 1 എന്നാണ്. ഓക്കെ, z/3 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 ആണ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ കൊടുക്കാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, 1 - z ആയിരിക്കണം. അപ്പൊ ഒരു മൈനസ് പുറത്തെടുക്കണം. ഒരു -1/3 പുറത്തെടുത്താൽ 1/3 ഓൾറെഡി പുറത്തെടുത്തു, ഒരു 1 കൂടി, ഒരു -1 കൂടി പുറത്തെടുത്താൽ ഇതിനെ എങ്ങനെ എഴുതാം? 1 - z/3 എന്ന് എഴുതാം. ഓക്കെ, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ 1 - 1/z എന്നുള്ള ഫോമിലേക്ക് ഇക്വേഷൻ മാറി. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് -1/3 ഇൻറ്റു 1/1 - ലെസ് ദാൻ 1 ക്വാണ്ടിറ്റി, ദാറ്റ് ഈസ് 1 + quantity plus quantity square plus quantity cube, that is 1 plus z/3 plus z/3 whole square plus etc. അപ്പൊ ആദ്യത്തെ ആളെ കിട്ടി. ഓക്കെ, സിമിലർലി നിങ്ങൾ രണ്ടാമത്തെ ആളെ ഒന്ന് ചെയ്ത് നോക്കൂ. രണ്ടാമത്തെ ആളെ എങ്ങനെയാ ചെയ്യാം? 1/z-1 ആണ് രണ്ടാമത്തെ, which can be written as 1/ ഒരു സെറ്റ് പുറത്തെടുത്താൽ സെറ്റിന്റെ സ്ഥാനത്ത് 1 വരും, -1/z. നോക്കൂ, അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ z-1 എന്ന് വരും. That is this. Or this can be written as 1/z into 1 - 1/z. That is 1/z ഇതാ ലെസ് ദാൻ 1 ക്വാണ്ടിറ്റി ആണ്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 1 plus 1/z plus 1/z whole square plus etc. Okay, കഴിഞ്ഞു. ഇനി എന്താ? f of z can be written as 1/2 into 1/z - നമ്മൾ ഓൾറെഡി എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്, -1/3 into 1 plus z/3 plus z² plus etc. plus minus അല്ല, minus 1/z into 1 plus 1/z plus 1/z². 1 സ്ക്വയർ പറഞ്ഞാൽ 1 തന്നെയാണ്, etc. കഴിഞ്ഞു. ഇനി ഇതിനെ എന്താണ് എക്സ്പാൻഡ് ചെയ്ത് എഴുതണമെങ്കിൽ എഴുതാം, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, സോ ദിസ് ഈസ് ദ ആൻസർ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ജസ്റ്റ് ഒരു കൺവെർജൻസ് കണ്ടീഷൻ ഉണ്ടാക്കുക. ആ കണ്ടീഷൻ നിങ്ങളുടെ ഇക്വേഷനിൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കുക. അത് വെച്ച് 1/1 - ലെസ് ദാൻ 1 ക്വാണ്ടിറ്റിയുടെ എക്സ്പാൻഷൻ എടുക്കുക. കഴിഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത്, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ പ്രത്യേകിച്ച് ഒന്നും പറയാത്തത് കൊണ്ട് നമ്മൾ ഇതിന്റെ സെന്റർ 0 ആയിട്ടാണ് എടുക്കുന്നത്. ഇത് ഫസ്റ്റ് റേഡിയസ്, ഇത് സെക്കൻഡ് റേഡിയസ്, ഒന്ന് 1-ലും ഒന്ന് 3-ലും. പക്ഷെ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് സെന്റർ വരുന്നത് 1-ലാണ്. ഓക്കെ,
സെന്റർ വരുന്നത് 1-ലാണെങ്കിൽ z-1 എന്നാണ് എഴുതുക. മോഡ് z-1. ഓക്കെ, അതായത് കോംപ്ലക്സിനകത്ത് സർക്കിളിനെ റെപ്രസെന്റ് ചെയ്യുന്നത് മോഡ് z ഈക്വൽ ടു r എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചാൽ. ഇതിന്റെ ഒരു പാരാമെട്രിക് ഫോം എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അത് നമ്മൾ അടുത്ത ക്ലാസ്സുകളിലായിട്ട് പറയും. അപ്പൊ നിങ്ങൾ കാണാം, സർക്കിളിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാം മോഡ് z ഈക്വൽ ടു r എന്നാണ്. വെൻ ദ സെന്റർ ഈസ് at 0, സെന്റർ z0-ലാണെങ്കിൽ z-z0 ഈക്വൽ ടു r എന്നാണ് എഴുതുക. അപ്പൊ ഇവിടെ 1-ലായതുകൊണ്ട് നമുക്ക് z-1 ഈസ് ഈക്വൽ ടു r എന്ന് എഴുതാം. ഇതാണ് ഈ സെന്ററിന്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി. പാരാമെട്രിക് ഫോം നമ്മൾ പഠിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് എന്തെഴുതാം? നമ്മളുടെ കണ്ടീഷൻ എന്താ? z-1, അതായത് സെന്റർ 1 ആയിട്ടുള്ള സർക്കിള് വിത്ത് റേഡിയസ് ബിറ്റ്വീൻ റേഡിയസ് ഈസ് ലെസ് ദാൻ 2 അല്ലെ? റേഡിയസ് ലെസ് ദാൻ 2 ആയിട്ടുള്ള റീജിയണിൽ ഇത് അനലിറ്റിക് ആണ്. f of z is analytic at the region z-1 less than 2. So we can write എന്തെഴുതാം? z-1/2 is less than 1 എന്ന് എഴുതാം. അപ്പൊ ഇയാളെ നമ്മളുടെ ഇക്വേഷനിൽ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കണം. ഓക്കെ, നമ്മൾ f of z എഴുതാം. f of z എന്താ? f of z is equal to ഇവിടെ നമ്മളുടെ മറ്റേ 1/2 ഇൻറ്റു ആ ഫോം എഴുതിയത് കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരം ഉണ്ടോ എന്ന് തോന്നുന്നില്ല. ഓക്കെ, സോ ഞാൻ അതിന് തൊട്ട് മുന്നത്തെ എഴുതാണ്. ദാറ്റ് ഈസ് z-3 ഇൻറ്റു z-1. ഓക്കെ, നിങ്ങൾ ഇവിടെ നോക്കൂ. ഓക്കെ, z-3നെ നമുക്ക് 1 ഡിവൈഡഡ് ബൈ z-1 -2 എന്നെഴുതാം. ശരിയല്ലേ? z-1 -2 ഇൻറ്റു 1/z-1. ശ്രദ്ധിക്കണം, ഞാനിവിടെ പാർഷ്യൽ ഫ്രാക്ഷൻ അല്ല എടുക്കുന്നത്. മറ്റേ ആദ്യം നമ്മൾ എഴുതിയ റൂട്ടിന്റെ ഫോമാറ്റ് തന്നെയാണ്. ഇപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഓക്കെ, യെസ്. നൗ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് ഒരു 2-നെ പുറത്തോട്ട് എടുക്കാം. ഇതിൽ നിന്ന് which is equal to 1/z-1/2 -1. ഓക്കെ, അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. z-1 -2 അത് തന്നെയാണത്. ഓക്കെ, ആൻഡ് ഇയാളിവിടെ കിടന്നോട്ടെ 1/z-1. ഓക്കെ, so we can simply write it as minus in ആവശ്യമുണ്ട്. -1/2 into 1 - z. ഇളയ 1 - z എന്ന് എഴുതുന്നത്, അതുകൊണ്ടാണ് ഞാൻ മൈനസ് ഇട്ട് കേട്ടോ. -1/1 - z ഒരു 2 ഉണ്ട്. ഇനിയുള്ളത് എന്താണ്? ഓക്കെ, ഇയാളിപ്പോ മാറ്റിയില്ലെങ്കിൽ കുഴപ്പം, ഇതിനെ z-1 എന്ന് തന്നെ എഴുതിയാൽ മതി. ശ്രദ്ധിക്കൂട്ടോ, z-1 ഇയാളെ എടുത്തു. ഇനി ഇയാളെ എടുക്കണം. ഇയാള് ബാക്കി വരുന്നത് 1/1 - z-1/2. അതെങ്ങനെയാ? z-1/2 -1 അല്ലേ കിടക്കുന്നത്? പിന്നെ ഞാൻ എങ്ങനെ എഴുതിയത്? അതിനാണ് ഈ മൈനസ് എടുത്തത്. ഓക്കെ, ക്ലിയർ? 1/2 z-1 ഒരു മൈനസ് എടുത്തപ്പോൾ ഈ z-1/2 -1 എന്നുള്ള ആള് 1 മൈനസ് ദിസ് ലെസ് ദാൻ 1 ക്വാണ്ടിറ്റി ആയി. ഇനി ഇയാളെ എക്സ്പാൻഡ് ചെയ്താൽ മതി, കഴിഞ്ഞു. -1/2 ഇൻറ്റു z-1 ഇൻറ്റു 1 മൈനസ് z-1/2 ഇന്റെ എക്സ്പാൻഷൻ, ദാറ്റ് ഈസ് 1 പ്ലസ് z-1/2 പ്ലസ് z-1 സ്ക്വയർ ബൈ 2 സ്ക്വയർ പ്ലസ് സിക്ക. ഈ z- ഒന്ന് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -1/2 ഇൻറ്റു 1/z-1 പ്ലസ് z-1 z-1 കൂടി വെട്ടിപ്പോവും. അപ്പൊ 1/2 പ്ലസ്
ഇവിടെ ഒരു z-1 സ്ക്വയർ വെട്ടിപ്പോയാൽ z-1/2 സ്ക്വയർ പ്ലസ് z-1 സ്ക്വയർ ബൈ 2 ക്യൂബ് പ്ലസ് അങ്ങനെ. സോ ദിസ് ഈസ് ദ ആൻസർ. നോക്കൂ, ഇവിടെയും -1/2 പുറത്ത് വന്നു, ബാക്കി സീരീസ് വന്നു. നിങ്ങൾ ഈ പാർഷ്യൽ ഫ്രാക്ഷൻ ഉള്ള ഉത്തരം ഉപയോഗിച്ച് ഈ ക്വസ്റ്റ്യൻ ചെയ്താലും ഇതേ സ്ഥലത്തേക്ക് തന്നെ എത്തും. നോ ഇഷ്യൂസ്. എങ്ങനെ വരുന്നു എന്നുള്ളതല്ല പ്രധാനം, ഇത്തരത്തിൽ എത്തുക എന്നുള്ളതാണ്. നെക്സ്റ്റ് അടുത്ത റീജിയൻ എന്താ? അത് നിങ്ങൾ ഈ ഫിഗർ കുറച്ച് കൺഫ്യൂസിങ് ആണ്. ഓക്കെ, ഇത് സെന്റർ 0-ൽ തന്നെയുള്ള 3 എന്തായിട്ടുള്ള റേഡിയസ് ആയിട്ടുള്ള ഒരു സർക്കിൾ ആണ്. ഓക്കെ, സോ നമുക്കിതിനെ എങ്ങനെ എഴുതാം? മോഡ് z ഈസ് ഗ്രേറ്റർ ദാൻ 3. ഷെയ്ഡ് റീജിയൻ എന്ന് പറഞ്ഞാൽ ഈ റേഡിയസ് 3ന്റെ പുറത്തുള്ള ആളുകളാണ്. ഓക്കെ, റേഡിയസ് 3ന്റെ പുറത്തുള്ള ആളുകളാണ് അനലിറ്റിക്. സോ മോഡ് z ഈസ് ഗ്രേറ്റർ ദാൻ 3 ഓർ ഇതിനെ ഇങ്ങോട്ട് എടുത്താൽ ശരിയാവില്ല, ഇതിനെ അങ്ങോട്ട് സെറ്റിനെ അങ്ങോട്ട് എടുക്കണം. സെറ്റിനെ അങ്ങോട്ട് എടുത്താൽ 1 ഈസ് ഗ്രേറ്റർ ദാൻ 3/z അല്ലെങ്കിൽ 3/z ഈസ് ലെസ് ദാൻ 1. രണ്ടൊന്നും തന്നെ. അപ്പൊ അതാണ് നമ്മുടെ കണ്ടീഷൻ. നോക്കൂ, ഇവിടുന്ന് ഞാൻ ഒരു കണ്ടീഷൻ കൂടി എഴുതാം. 3/z ലെസ് ദാൻ 1 ആണെങ്കിൽ 1/z ലെസ് ദാൻ 1 ആവില്ലേ? ഇല്ലേ? നോക്കടോ, 1/z-നെ 3 തവണ ഗുണിച്ചാലാണ് 3/z കിട്ടുക. 3 കൊണ്ട് ഗുണിച്ചാലാണ്. ആ 3 കൊണ്ട് ഗുണിച്ചാൽ ഒന്നിനേക്കാൾ ചെറുതാണെങ്കിൽ ഗുണിക്കാതിരിക്കുമ്പോൾ ഒന്നിനേക്കാൾ ചെറുതായിരിക്കും. ഉറപ്പല്ലേ? ക്ലിയർ? അപ്പോ ഇതെന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളുടെ f(z) എന്താണ് 1/2 ഇൻറ്റു ഇക്വേഷൻ എന്തായിരുന്നു? ഞാൻ പറഞ്ഞു 1/2 ഇൻറ്റു 1/z-3 മൈനസ് 1/z-. ഓക്കെ, ഈ 1/z-3 നമുക്ക് എങ്ങനെ എഴുതാം? ഒരു ഏതാ പുറത്തെടുക്കേണ്ടത്? z അല്ലേ പുറത്തെടുക്കേണ്ടത്? 3/z ആണ് വരുന്നത്. സോ 1/z പുറത്തെടുത്താൽ 1 minus 3/z, which is equal to 1/z into 1 minus 3/z. 3/z is less than 1, so we can apply the equation 1 plus 3/z plus 3/z the whole square plus etc. Similarly, 1/z-1 equal to 1/z പുറത്തെടുത്താൽ 1 minus 1/z എന്ന് വരും, which is again less than 1. So 1/z into 1 plus 1/z plus 1/z whole square plus 1 square 1 ആയതുകൊണ്ട് ഞാൻ 1 എന്ന് എഴുതുന്നു. രണ്ടും കൂടി കൂട്ടി എഴുതിയാൽ f(z) ആയി. f(z) is equal to 1/2 plus 1/z into this minus 1/z into this. രണ്ടിലും 1/z കോമൺ ആണ്, ഞാൻ അത് പുറത്തെടുത്തു. ബാക്കി ഇതെഴുതാം 1 plus 3/2 plus 3/z ആണ് കേട്ടോ. 3/z ആണ്. 3/z plus 9/z square plus etc. into 1 plus 1/z plus 1/z square plus etc. ഇതാണ് ഉത്തരം. ഓക്കെ, ഇത്രയുള്ളൂ ബേസിക്കലി ലോറൻസ് സീരീസ് കാണാൻ പറഞ്ഞ് ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, നൗ ലോറൻസ് സീരീസ് സിംഗുലാരിറ്റിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരാളാണ്. ഓക്കെ, ഞാൻ സിംഗുലാരിറ്റിയെ പറ്റി പറയുമ്പോൾ, പോളിനെ പറ്റി പറയുമ്പോൾ അവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പോൾ ഓഫ് ഓർഡർ എം, സിംഗുലാരിറ്റി, എസെൻഷ്യൽ സിംഗുലാരിറ്റി, റിമൂവബിൾ സിംഗുലാരിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ലോറൻസ് സീരീസ് ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. അതിന്റെ ഒരു പ്രോബ്ലം കൂടി ചെയ്ത ഈ സെക്ഷൻ അവസാനിച്ചു. സോ ലോറൻസ് സീരീസ് ആൻഡ് സിംഗുലാരിറ്റി ആണ് നമ്മുടെ അടുത്ത പരിപാടി. ലോറൻസ് സീരീസ് ആൻഡ് സിംഗുലാരിറ്റി. പരിപാടി വളരെ സിമ്പിൾ ആണ്. ഈ ലോറൻസ് സീരീസിൽ
ഞാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, ശ്രദ്ധിക്കൂ. ഈ ലോറൻസ് സീരീസ് ഇങ്ങനെ എഴുതുമ്പോൾ എഫ് ഓഫ് സെറ്റ് ഈക്വൽ ടു സം ഓഫ് എ എൻ സെറ്റ് മൈനസ് സെറ്റ് 0 റൈസ് ടു എൻ പ്ലസ് സം ഓഫ് ബി എൻ ബൈ സെറ്റ് മൈനസ് സെറ്റ് 0 റൈസ് ടു. ഇതില് ഈ 1 പാർട്ട്, ഈ പാർട്ടിനെയാണ് പ്രിൻസിപ്പൽ പാർട്ട് എന്ന് വിളിക്കുക കേട്ടോ. പ്രിൻസിപ്പൽ പാർട്ട് ഈ പ്രിൻസിപ്പൽ പാർട്ടിലെ കോഎഫിഷ്യന്റ് ആണ് ബി എൻ അല്ലെ. ഈ ബി എന്നിന്റെ നമ്പറുകൾ എത്രയുണ്ട് എന്നതനുസരിച്ചാണ് നമ്മൾ സിംഗുലാരിറ്റി ഡിഫൈൻ ചെയ്യാം. അപ്പൊ പരിപാടി ഇത്രയേ ഉള്ളൂ. നമുക്ക് എഴുതാം. പ്രിൻസിപ്പൽ പാർട്ട് contains m finite terms. m number of finite terms ആണ് കേട്ടോ. Then f of z has a pole of order m at that point. അതായത് നമുക്കൊരു ഉദാഹരണം പറയാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് പ്ലസ് 1/z ആണെന്ന് വിചാരിക്കാം. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിന്റെ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ എഴുതാം. അബൌട്ട് 0 എങ്ങനെ എഴുതാം? വലിയ ബുദ്ധിമുട്ടല്ലേ? ഒരു ബുദ്ധിമുട്ടില്ല. 1 + 1/z കഴിഞ്ഞു. ഇതാണ് ലോറൻസ് സീരീസ് ഓഫ് ദിസ്. ഇതെങ്ങനെയാ കണ്ടത്? കാരണം ലോറൻസ് സീരീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മാക്കി എഴുതുക എന്നുള്ളതാണ് ഉദ്ദേശം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുമ്പോ പ്രിൻസിപ്പൽ പാർട്ട് നോക്കുമ്പോ നിങ്ങൾ നോക്കൂ, ഇവിടെ പ്രിൻസിപ്പൽ പാർട്ടിൽ 1/z ആണ് കിടക്കുന്നത്. അതല്ലാത്ത പാർട്ടില് z ആണ് കിടക്കുന്നത്. അപ്പൊ z മൾട്ടിപ്ലൈ ചെയ്യുന്ന ചില ടേമുകൾ ഉണ്ടായിരിക്കും, z ഡിവൈഡ് ആയി വരുന്ന ചില ടേമുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾ ഫസ്റ്റത്തെ നോക്കൂ. ഫസ്റ്റത്തേല് നമുക്ക് നോക്കൂ, ഇവിടെ ആദ്യത്തെ പാർട്ടില് ഈ പാർട്ടില് z മൾട്ടിപ്ലിക്കേഷൻ വന്നു, അടുത്ത പാർട്ടില് z ഡിവിഷൻ വന്നു. കണ്ടോ? കാരണം ഇതൊരു ആനുലാർ റീജിയൻ ആണ്. പുറത്തും അകത്തും അനലറ്റിക് അല്ല, ഈ നടുക്കില് മാത്രമാണ് അനലറ്റിക്. എന്നാൽ അടുത്ത റീജിയൻ വരുമ്പോൾ പുറത്ത് അനലറ്റിക് അല്ല, അകത്ത് അനലറ്റിക് ആണ്. അകത്ത് അനലറ്റിക് ആണെങ്കിൽ എന്ത് വന്നു? നിങ്ങളവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഈ 0 എന്ന് പറയുന്ന അല്ലെങ്കിൽ 1 ഈ സെന്റർ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ മാത്രമേ പ്രശ്നമുള്ളൂ. ബാക്കി എല്ലാ സ്ഥലവും അനലറ്റിക്കാ. അവിടെ നോക്കൂ, 1/z ഒരു ടേം അത് z = 1 ഇൻഫിനിറ്റി ആവും. ബാക്കി എല്ലാവരും മൾട്ടിപ്ലിക്കേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ആള് നിങ്ങളൊന്ന് നോക്കൂ, അടുത്ത ആള് പുറത്താണ് എല്ലാം. അപ്പൊ എല്ലാവർക്കും എന്തുണ്ട്? 1/z ആണ്. ഓക്കെ, അപ്പൊ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. 1/z വരുന്ന പാർട്ടാണ് പ്രിൻസിപ്പൽ പാർട്ട്. അങ്ങനെ 1/z വരുന്ന എത്ര ടേം ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 1/z ഒരു ടേമേ ഉള്ളൂ അല്ലെ. സോ 1/z-ന്റെ 1 ടേം in principal part. Therefore, f of z has a singularity at 0. അല്ലെ, z 0 ആകുമ്പോഴല്ലേ പ്രശ്നം. And that is pole of order 1 ആണ്. ഒറ്റ ആളല്ലേ ഉള്ളൂ. സോ പോൾ ഓഫ് ഓർഡർ അല്ലെങ്കിൽ സിമ്പിൾ പോൾ എന്ന്. ഓക്കെ, ഇതാണ് പരിപാടി. സോ ആദ്യം നമ്മൾ ഡിഫൈൻ ചെയ്തത് പോളിനെയാണ്. പോൾ ഓഫ് ഓർഡർ m നമ്മൾ ഡിഫൈൻ ചെയ്ത പോൾ ഓഫ് ഓർഡർ m നമ്മൾ ഡിഫൈൻ ചെയ്യും. അടുത്തതായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് രണ്ടാളുകളുണ്ട്, എസെൻഷ്യലും ഉണ്ട് റിമൂവബിളും ഉണ്ട് അല്ലെ.
സോ ആദ്യം റിമൂവബിൾ പറയാം. if bn is 0, അതായത് പ്രിൻസിപ്പൽ പാർട്ട് ഇല്ല. ഓക്കെ, നോ പ്രിൻസിപ്പൽ പാർട്ട്. അതായത് 1/z ടേമുകൾ ഇല്ല. അങ്ങനെയാണെങ്കിൽ അവിടെ എന്താണ്? റിമൂവബിൾ സിംഗുലാരിറ്റി ആണ്. ഓക്കെ, നോ പ്രിൻസിപ്പൽ പാർട്ട്, then removable singularity. നമുക്ക് നോക്കാം, ഒരു എക്സാമ്പിൾ നോക്കൂ. f of z is equal to e raised to z minus 1/z. ഇവിടെ നമ്മൾ ഒറ്റ നോട്ടത്തില് ഈ ഫംഗ്ഷൻ ആകെ ഫെയിൽ ആവും, z equal to 0 ആവും അല്ലെ. താഴെ z equal to 0, 1/0 is infinity. പ്രശ്നമാണ്. എന്നാൽ ഇതിന്റെ എക്സ്പാൻഷൻ എഴുതാം. എക്സ്പാൻഷൻ എന്താ? e raised to z ന്റെ എക്സ്പാൻഷൻ എന്താണ്? 1 plus z plus 1 plus z z. ഓക്കെ, 1 plus z plus z square by 2 factorial plus z cube by 3 factorial plus etc. minus 1 by z. That is, ഇവിടെ പ്ലസ് 1 ആണ്, ഇവിടെ മൈനസ് 1 ആണ്. ബാക്കി z plus z square by 2 factorial plus z cube by 3 factorial plus etc. by z. എല്ലാത്തിലും ഒരു z ഉണ്ട്, വെട്ടിക്കളയാം അല്ലെ. വെട്ടിക്കളഞ്ഞാൽ എന്ത് വരും? 1 plus z by 2 factorial plus z cube by z square by 3 factorial plus etc. എന്ന് വരും. That is, ഇവിടെ 1/z ടേം ഇല്ല. നമ്മൾ ഒറ്റ നോട്ടത്തിൽ z ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും, z equal to 0 ഫംഗ്ഷൻ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും, that was actually removable അല്ലെ. നമ്മള് എക്സ്പാൻഷൻ എഴുതി വന്നപ്പോ അതിനകത്ത് ആരില്ല? പ്രിൻസിപ്പൽ പാർട്ട് ഇല്ല, 1/z ടേം ഇല്ല, bn എന്ന് പറയുന്ന ആളില്ല. സോ ഇറ്റ് ഈസ് റിമൂവബിൾ സിംഗുലാരിറ്റി. അപ്പൊ റിമൂവബിൾ സിംഗുലാരിറ്റി നമ്മൾ പറഞ്ഞു. അടുത്തത് പറയാൻ പോകുന്നത്, if the principal part has infinite terms in principal part. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? Then the singularity is essential singularity. Okay, example, f of z equal to e raised to 1/z equal to, നോക്കൂ, ഇതിന്റെ ഉത്തരം എന്ത് വരും? 1 plus 1/z plus 1/z square 2 factorial plus 1/z cube 3 factorial plus infinite number of 1/z terms are അല്ലെ. 1/z 1/z square 1/z cube 1/z raised to 4 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ this is not removable, this is not a simple or false, ഇത് essential singularity ആണ്. ഓക്കെ, ഇതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട പരിപാടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്താൽ നമുക്ക് പരിപാടി അവസാനിപ്പിക്കാം. ലോറൻസ് സീരീസ് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, നമുക്ക് ഒരു എക്സാമ്പിൾ ചെയ്യാം. Write the Lorentz series of, ഞാൻ LS എന്നാണ് എഴുതിയത്, ലോറൻസ് സീരീസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, ഓഫ് e raised to z by z minus 1 the whole square about z equal to 1. Discuss about the singularity and
റീജിയൻ ഓഫ് കൺവെർജൻസ്. നിങ്ങൾക്ക് ലോറൻസ് സീരീസ് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഞാൻ ഈ ചെയ്തു, നേരത്തെ നമ്മൾ ചെയ്തില്ലേ 3 റീജിയൻസ് വരുന്നത്, അതിൽ ഏതെങ്കിലും ഒന്നേ ചോദിക്കുന്നു. ഓക്കെ, പേടിക്കണ്ട. സോ ഇതെങ്ങനെ കാണാം? ഇത് കാണാൻ ഒരു പ്രത്യേക വഴിയാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. f of z is equal to e raised to z by z minus 1 square. ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്ക് പരിപാടി നടക്കില്ല. എന്നാൽ നമുക്ക് ചെറിയൊരു മാറ്റം ഇതിൽ വരുത്താം. സപ്പോസ് u equal to z minus 1. ഓക്കെ, z minus 1 u എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ z എന്ത് വരും? ഈ 1 ഇങ്ങോട്ട് എടുത്താൽ u plus 1 ആണ്. ഓക്കെ, ദെൻ ഞാൻ ഈ ഇക്വേഷനെ മാറ്റി എഴുതും. e raised to z, that is e raised to u plus 1 divided by u square. ഓക്കെ, നോക്കൂ, e raised to u plus 1 എന്ന് പറഞ്ഞാൽ e into e raised to u എന്നല്ലേ? e raised to a into e raised to b equal to e raised to a plus b. അപ്പൊ e into e raised to u എന്ന് പറഞ്ഞാൽ e raised to u plus 1, 1 ഉണ്ടല്ലോ, divided by u square. ഓക്കെ, ദെൻ e എന്ന് പറഞ്ഞാൽ ജസ്റ്റ് e എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ആണ്. e raised to സംതിങ് വരുമ്പോഴാണ് പ്രശ്നം. ഓക്കെ, സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? f of z is equal to e into e raised to u, e by u square out e raised to u നെ എക്സ്പാൻഡ് ചെയ്യും. e raised to u എന്ത് വരും? 1 plus u plus u square plus u cube, u square by 2 factorial plus u cube by 3 factorial plus etc. u square ഓട് ഡിവൈഡ് ചെയ്യാൻ എല്ലാത്തിനും എന്ത് വരും? e into 1 by u square plus u by u square, that is 1 by u plus u square by u square, that is 1 by 2 factorial മാത്രമാവും plus u into 3 factorial plus etc. ഇനി നമുക്ക് u തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. that is e into 1 by u എന്ന് പറഞ്ഞാൽ z minus 1 ആണ്. so z minus 1 whole square plus 1 by z minus 1 plus 1 by 2 factorial plus z minus 1 by 3 factorial plus etc. നോക്കൂ, 1 by z വരുന്നതാണ് പ്രിൻസിപ്പൽ പാർട്ട്. 1 by z വരുന്ന എത്ര ടേമുകൾ ഉണ്ട്? 1 2 അല്ലെ? z minus 1 ഉം z minus സ്ക്വയറും വരുന്നുണ്ട് 1 ന്റെ അടിയിൽ. അപ്പൊ 2 ടേമുകളാണുള്ളത്. ഓക്കെ, പ്രിൻസിപ്പൽ പാർട്ട് has 2 terms. Therefore, at z equal to 1, f of z has a whole of order 2. ഇങ്ങനെയാണ് എന്ത് ലോറൻസ് സീരീസ് ഉപയോഗിച്ച് പോൾ ഓഫ് ഓർഡർ 2 കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനി കൺവെർജൻസി വെച്ചിട്ടുണ്ട്. കൺവെർജൻസ് എന്താ? സിമ്പിൾ. സെറ്റ് അല്ലാത്ത സ്ഥലത്തൊന്നും മുമ്പിൽ പ്രശ്നം ഉണ്ടാക്കുന്നില്ല. സെറ്റ് ഈക്വൽ ടു 1 അല്ലാത്ത സ്ഥലത്ത്. ഓക്കെ, അപ്പോ converges for all values except z equal to 1. അത്ര പറഞ്ഞാൽ മതി, ഈ കൂടുതലൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ലോറൻസ് സീരീസ്. അപ്പൊ നമ്മൾ സീരീസിന്റെ ഭാഗങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ചെറിയൊരു ഐഡിയ പറഞ്ഞ് ഈ സീരീസ് എന്ന് പറയുന്ന ഭാഗം അവസാനിപ്പിക്കുകയാണ്. ദാറ്റ് ഈസ് coefficient of 1 by z minus z0 in the expansion of and the expansion Lorentz series expansion ആണ് in the അത് എഴുതിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ പറയുന്നത് കാണുന്നത്. ഓക്കെ, എന്നാലും പിന്നെ നോക്കുമ്പോൾ മനസ്സിലാവാം.
a coefficient of 1 by z minus 0 in the Laurent series expansion of f of z is called residue. ഓക്കെ, ഈ ഒരു കാര്യം ഇവിടെ നിന്നോട്ടെ. ഇതിൽ നിന്നാണ് നമ്മൾ അടുത്ത റെസിഡ്യൂ തിയറംസ് ആൻഡ് കോംപ്ലക്സ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന വളരെ വലിയ ഒരു ബ്രാഞ്ചിലേക്ക് അല്ലെങ്കിൽ ഒരു പാഠഭാഗത്തിലേക്ക് കയറുന്നത്. ഓക്കെ, സോ അത്രയും.